കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ഞാനും പോവാൻ റെഡിയായി എവിടേക്ക് എൻ്റെ വീട്ടിൽ കിട്ടോ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാരി വലിച്ച് ബാഗിൽ കിട്ടിട്ടോ. കാരണം ഒരു കൂട്ടം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് മക്കൾ ആദ്യം ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. മോള് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓളാക്കി കൊടുത്തതായിരുന്നു. പിന്നെ മോന് മദ്രസ ഉള്ളതും കൊണ്ടാണ് ഞാൻ രാത്രി പോവാന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. അങ്ങനെ വേണ്ടത് അങ്ങനെ പുറത്ത് വെച്ച പാത്രങ്ങളൊക്കെ അകത്തേക്ക് കയറ്റി. കാര്യമായിട്ട് വേണ്ടത് ചാർജറാണ്. കാരണം അവിടെ 2-3 ഫോണിനുള്ള ചാർജറും അവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ തല്ലൂടെ ആയിരിക്കും ചാർജറിന്. അതുകൊണ്ട് കാര്യമായിട്ട് എൻ്റെ ചാർജറും ഞാൻ അതിലൊക്കെ ഇട്ടിട്ടോ. അങ്ങനെ എല്ലാവരും ബാഗിലൊന്നും സ്പേസ് ഇല്ല. കുത്തി കയറ്റി വീട്ടിൽ പോയാൽ ഇട്ടില്ലേലും വേണ്ടിയില്ല. 2 കൂട്ടമൊക്കെ അധികം എടുത്താലേ ഒരു സമാധാനം കിട്ടും. ചിലപ്പോൾ അവിടെ പോയാൽ എവിടെക്കെങ്കിലും ഒക്കെ പോകാനുണ്ടാവുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ 1-2 അധികം ഡ്രസ്സ് എടുത്തിടും. കാരണം ചിലപ്പോൾ പെട്ടെന്നേക്ക് പോകണ്ട. പിന്നെ അവിടെ ബാക്കിയുള്ള കുറച്ച് കോഴിക്കറി ഉണ്ടായിരുന്നു, അതും കൂടി ചിക്കൻ കറി. കാരണം നമ്മളെ വീട്ടിൽ പോയാൽ അവിടെ എരില്ലാത്ത കറിയാണ് ഉണ്ടാകുക, ഒക്കെ എല്ലാവരും വേണം. അതുകൊണ്ട് രാവിലെ കൂട്ടാലോ വിചാരിച്ചിട്ട് ഞാനത് എടുത്ത്. അങ്ങനെ രാത്രിയായിട്ട് മോന് മദ്രസ വിട്ട് വരാത്ത കൊണ്ട് വെയിറ്റ് ചെയ്ത് കുത്തിരിക്കാട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത്. അപ്പം അവിടെ മദ്രസിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ എന്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ഓനെ അവിടെയും പോയിട്ട് അവൻ കഴിഞ്ഞിട്ട് ഓൻ വീട്ടിലെത്തിയത്. അങ്ങനെ അതുവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 9:30 ഒക്കെ ആയപ്പോൾ നമ്മൾ 9 മണി 9:30 ഇടയിലായിട്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വണ്ടി എടുത്ത് പുറത്ത് പോകരുതെന്നാണ് നമ്മൾ രാത്രി മഗ്‌രിബിന് ശേഷം പുറത്ത് പോകാൻ അനുവാദം ഇല്ലായിക തന്നെയാണ് കേട്ടോ. വേറൊന്നും ഉണ്ടായിട്ടല്ല, രാത്രി സമയത്ത് ഇറങ്ങണ്ട എന്നുള്ളൊരു ഇതാണ്. വീട്ടിലും ഉപ്പായാലും ഹസ്ബൻഡ് ആയാലും ഒക്കെ കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഓന് നേരം വയ്ക്കിയ കാരണത്താലും പോകണമെന്ന് വിചാരിച്ച കാരണത്താലും ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങിട്ടോ. അല്ലാതെ ഹസ്ബൻഡ് ഇല്ലാണ്ട് അങ്ങനെ രാത്രി സമയത്ത് അങ്ങനെ ഇറങ്ങി പോവാറില്ല കേട്ടോ. പിന്നെ അർജൻറ്റ് ആ മഗ്‌രിബ് ഒരു 8 മണീൻ്റെ ഉള്ളിൽ കയറ്റി നമ്മൾ പോകുക എന്നല്ലാതെ അതിൻ്റെ അത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് അനുവാദം പറ്റില്ല കേട്ടോ. അങ്ങനെ മുക്കത്തെ പള്ളീൻ്റെ അടുത്തൊക്കെ എത്തിക്കണം കേട്ടോ. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരെ പ്രാർത്ഥന, നാളെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ അവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ അവിടെ കണ്ടിട്ടോ. അങ്ങനെ അതിലിങ്ങനെ പോയപ്പോഴാണ് മുക്കമാളൊക്കെ എത്തിയത് കേട്ടോ. മുക്കമാളിൻ്റെ മുമ്പിൽ പിന്നെ അപ്പൂപ്പനുണ്ടല്ലോ, നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പന്. അങ്ങനെ മോനെ ഞാൻ കാട്ടി കൊടുത്തിട്ട് അത് അപ്പൂപ്പന് അതാ അവിടെ നിന്ന്. അങ്ങനെ ഓനെ സൂം ചെയ്തെടുത്ത് കേട്ടോ. മോളാണ് സാധാരണ ക്യാമറമാൻ ആവല്, ഇന്ന് മോനാട്ടോ ക്യാമറമാന്. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഓന് വീഡിയോയിൽ ഉൾപ്പെടാനും അതുപോലെ വീഡിയോ എടുത്ത് തരാനും ഒക്കെ ഭയങ്കര മടിയുള്ളൊരു വ്യക്തി ഇതാട്ടോ. ഓനെ ഉൾപ്പെടുത്തണോ ഓനതാക്കണോ ഓന് തീരെ താല്പര്യമല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണം നമ്മളെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കിടക്കാൻ ഒരുങ്ങി. അപ്പോൾ നാളത്തെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ വരെ വരാം. ഞങ്ങൾക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് കിടക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള തല്ലൂടാണ് കേട്ടോ ഇവിടെ. എന്നാ